ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ താമസിച്ച് പോയിട്ട് എണീക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നടത്തി എന്തായാലും ക്യാൻസലായി. പല്ലൊക്കെ തേച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പച്ചരി കഴുകി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ എന്നെ സഹായിക്കാനായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അവൻ സഹായിച്ചതിൻ്റെ പാടാണ് കേട്ടോ താഴേക്കാ കിടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വേസ്റ്റ് കത്തിക്കാനായിട്ടായിരുന്നു. കുറച്ചധികം വേസ്റ്റ് ഉണ്ടായിരുന്നു കത്തിക്കാനായിട്ട്. രാവിലെ കത്തിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വൈകുന്നേരം ആയപ്പോൾ കാറ്റൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ കത്തിച്ചതിന് ശേഷം പിള്ളേർക്ക് പോകാനായിട്ട് സമയമായിട്ട്, അപ്പോൾ അവരെ കൊണ്ട് ഏട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഇവിടേക്ക് യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയി കുളിച്ച് റെഡിയായിട്ട് പച്ചരിയും കൊണ്ട് മില്ലിൽ പോകാനായിട്ട് റെഡിയായിട്ടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മില്ല്. അപ്പോൾ അവിടെ പച്ചരി കൊടുത്തതിന് ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ കടയിലോട്ടാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മേശപ്പുറം ആകെ അലമ്പാക്കി കിടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഏതൊക്കെ എവിടെയൊക്കെ വെക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒന്ന് അടുക്കി പറക്കി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര അടുക്കി വെച്ചാലും എപ്പോഴും ഇവിടെ ഇങ്ങനെ അലമ്പായി തന്നെ കിടക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സൺഗ്ലാസ്സിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും തുടയ്ക്കാറുള്ളതാണ്, പക്ഷെ കാറ്റല്ലേ, എപ്പോഴും നല്ല പൊടിയാണ് ഇവിടെ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.